ഹലോ പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ ശാസ്ത്രഭാഗത്തിൻ്റെ ഓൺലൈൻ ക്ലാസ് വിക്ടേഴ്സ് ചാനലിലൂടെ നിങ്ങളെല്ലാ കുട്ടികളും കണ്ടിട്ടുണ്ടാകും. ഒരുപാട് പഠന പ്രവർത്തനങ്ങൾ നമുക്ക് ആ പാഠഭാഗത്തിൽ ചെയ്യാനുണ്ട്. അപ്പം അതിൽ പറഞ്ഞിട്ടുള്ള ചില പഠന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും ഈ വീഡിയോ കാണുകയും ഇതിൽ പറയുന്ന പഠന പ്രവർത്തനങ്ങൾ നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിലേക്ക് നമ്മൾ മാറ്റി എഴുതുകയും ചെയ്യണം. നമ്മൾ പാർട്ട് 2 ആണ് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലൂടെ വിക്ടേഴ്സ് ചാനലിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. വളരെ നല്ല രീതിയിലാണ് നമ്മുടെ ക്ലാസ് അധ്യാപകർ എടുത്തിട്ടുള്ളത്. മനോഹരമായ രീതിയിൽ വീഡിയോ ഒക്കെ കാണിച്ചു തന്നതിൻ്റെ ശേഷമാണ് നമുക്ക് ആ ക്ലാസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. 5ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠത്തില് പാർട്ട് 2 സസ്യലോകത്തെ അടുത്തറിയാം എന്ന് പറഞ്ഞ ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത്. അതില് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങൾ, ചെടികളുടെ ഭക്ഷ്യയോഗ്യമായ ഒരുപാട് ഭാഗങ്ങൾ ഏതൊക്കെയെന്നൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തുടർന്നുള്ള ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ജീവികളുടെ കുറച്ച് വീഡിയോയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. എന്നിട്ട് ആ ജീവികളും ആ ജീവികളുടെ ഭക്ഷണവും ഏതെന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിലേക്കും അതൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ചോദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ജീവികളുടെ ആഹാരം ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് ഒരു ചോദ്യം കൊടുക്കുക. എന്നിട്ട് ജീവികൾ, അവയുടെ ഭക്ഷണം, ഇങ്ങനെ 2 കള്ളിയാക്കി തിരിച്ചതിന് ശേഷം നമുക്ക് അവ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ പട്ടികയൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് വിക്ടേഴ്സ് ചാനലിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിലേക്ക് മാറ്റി വരുന്നു. അടുത്തത് ആഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ ജന്തുക്കളെ വേർതിരിക്കുക എന്നുള്ള ഒരു ചോദ്യമാണ് സാർ നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യത്തിന് സാർ തന്നെ വളരെ വ്യക്തമായിട്ട് അതിൽ ഉത്തരം പറഞ്ഞു. സസ്യാഹാരികൾ, സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന ജീവികളുണ്ട്. അതുപോലെ മാംസം മാത്രം കഴിക്കുന്ന ജീവികളുണ്ട്. സസ്യവും മാംസാഹാരവും കഴിക്കുന്ന ജീവികളുണ്ട്. അപ്പൊ നമുക്ക് സസ്യാഹാരികൾ അല്ലെങ്കിൽ സസ്യബുക്ക് എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ മാംസാഹാരികൾ, മിശ്രബുക്ക്, ഇങ്ങനെ. അപ്പൊ നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിലേക്ക് ഒരു പട്ടികയും കൂടി നമുക്ക് തയ്യാറാക്കാം. നമുക്ക് ആഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ മൃഗങ്ങളെ വേർതിരിക്കുക എന്നുള്ള ഒരു ചോദ്യം നമുക്ക് കൊടുത്തിട്ട് സസ്യാഹാരികൾ, മാംസാഹാരികൾ ഇവ രണ്ടും കഴിക്കുന്നവ, സസ്യാഹാരം മാത്രം കഴിക്കുന്നവ, മാംസാഹാരം മാത്രം കഴിക്കുന്നവ, സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്നവ, ഇങ്ങനെ 3 ആക്കി വേർതിരിച്ച് ഒരു പട്ടികയും കൂടി നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഒരു വീഡിയോയാണ് അതിന് കാണിച്ചു തരുന്നത്. ആ വീഡിയോ നമ്മൾ വളരെ ശ്രദ്ധയോടെ കൂടി നമ്മൾ വീക്ഷിച്ചിട്ടുണ്ടാവും. അതില് സാർ ആ വീഡിയോ കാണിച്ചു തരുന്നതിന്റെ മുമ്പ് കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിട്ടാണ് ആ വീഡിയോ നമ്മോട് കാണാൻ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു ആ ചോദ്യങ്ങൾ? സസ്യങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? 1ാമത്തെ ചോദ്യം അതായിരുന്നു. സസ്യങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സസ്യങ്ങൾക്ക് ആഹാരം ആവശ്യമാണോ? സസ്യങ്ങൾക്ക് മൃഗങ്ങളെ പോലെ ആഹാരം സമ്പാദിക്കാൻ കഴിയുമോ? ഇങ്ങനെയുള്ള 2-3 ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ ശേഷമാണ് അതിന്റെ ഉത്തരങ്ങൾ നമുക്ക് ഈ കാണുന്ന വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന ഒരു വീഡിയോയാണ് കണ്ടത്. എങ്ങനെയാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്? ഇതാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നതിന് പറയുന്ന പേര് നമുക്കറിയാം. പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് എന്ന് പറയും. പ്രകാശ സംശ്ലേഷണം. അപ്പൊ അതിന്റെ ചിത്രങ്ങളും അത് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ നമ്മുടെ ചോദ്യം ഇതാണ്: സസ്യങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് എന്നതാണ്. സസ്യങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സസ്യങ്ങൾ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോലെ
മറ്റുള്ള ജീവികളിൽ അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊന്നും കളക്ട് ചെയ്യാൻ സസ്യങ്ങൾക്ക് കഴിയില്ല. പിന്നെ സസ്യങ്ങൾ ആഹാരം ആവശ്യമാണോ എന്നുള്ള ഒരു ചോദ്യം. സസ്യങ്ങൾക്ക് ആഹാരം ആവശ്യമാണ്. കാരണം സസ്യങ്ങൾ ജീവികളാണ്, ജീവനുണ്ട്. ജീവനുണ്ടാകുമ്പോൾ വളർച്ചയുണ്ടാകും. വളരണമെങ്കിൽ അവർക്ക് ആഹാരം ആവശ്യമാണ്. അപ്പം സസ്യങ്ങളുടെ ജീവൻ നിലനിർത്താൻ സസ്യങ്ങൾക്ക് ആഹാരം ആവശ്യമാണ്. അപ്പോ ആ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനി അടുത്തത്, സസ്യങ്ങൾക്ക് മൃഗങ്ങളെ പോലെ ആഹാരം സമ്പാദിക്കാൻ കഴിയുമോ? നമുക്ക് മനുഷ്യരുടെ കാര്യം എടുത്ത് നോക്കാം. ഇപ്പൊ നമുക്ക് ആഹാരം വേണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ കടകളിൽ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവരാം, അതല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. സസ്യങ്ങൾക്ക് വേണമെങ്കിലോ അവർക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. അവ നമ്മളെ എവിടെയാണോ നട്ടുപിടിപ്പിച്ചത് അവിടെ നിൽക്കുകയാണ് ചെയ്യുക. അപ്പൊ അവർക്ക് ആഹാരം മൃഗങ്ങളെ പോലെ സമ്പാദിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് നമ്മളൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ നമ്മൾ നിരീക്ഷണം നടത്തിയതിന് ശേഷം എന്ത് ചെയ്യണം? ആ വീഡിയോവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതണം. അപ്പോൾ ആ ചോദ്യം ഇതൊക്കെ ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നു. ഈ ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. പിന്നെ അടുത്തത്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്താൻ വേണ്ടി ഒരു 3 വർക്ക് ഷീറ്റാണ് തന്നിട്ടുള്ളത്. വർക്ക് ഷീറ്റ് ഏതാ നിങ്ങളോട് ഈ വീഡിയോടൊപ്പം തന്നെ ഞാൻ ഇടുന്നു. ഈ വർക്ക് ഷീറ്റും കൂടി നമുക്ക് ചെയ്യാനുള്ളതാ. ഈ വർക്ക് ഷീറ്റ് ഇതുപോലെ നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ തയ്യാറാക്കേണ്ടതാണ്. അടുത്തത്, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന രീതിയെ കുറിച്ച്. സസ്യങ്ങൾ മുമ്പ് നേരത്തെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. സസ്യങ്ങൾക്ക് ആഹാരം ആവശ്യമാണോ? എവിടെ നിന്നാണ് സസ്യങ്ങൾ ആഹാരം സമ്പാദിക്കുന്നത്? ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിന്റെ ഉത്തരം നമ്മൾ ആ വീഡിയോയിലൂടെ കണ്ടു. ഇനി സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന ആ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. അപ്പം നമുക്ക് പ്രകാശ സംശ്ലേഷണം എന്താണ് എന്നുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കാം. അത് വിശദമായിക്കൊണ്ടായിരിക്കണം. പ്രകാശ സംശ്ലേഷണം എന്തെന്ന് വിശദീകരിച്ചുകൊണ്ട് ആ വീഡിയോയും ഒക്കെ കണ്ട് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാം. പ്രകാശ സംശ്ലേഷണം എന്തെന്ന് വിശദീകരിക്കുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കുക. അതിൻ്റെ താഴെ സസ്യങ്ങൾ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നു. ഇലകളിൽ വെച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന സമയത്ത് ഓക്സിജൻ പുറത്തുവിടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ജലം, ലവണം ഇവയൊക്കെ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നു. തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആ വീഡിയോ തയ്യാറാക്കും. ആ വീഡിയോയുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുറിപ്പ് നമ്മൾ തയ്യാറാക്കണം. ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അടുത്തത്, നമുക്ക് ഒരു ചിത്രം കാണിച്ച് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളത്, അതുപോലെ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നം ഏതാണ്? അടുത്ത ചോദ്യം അതാണ്. പിന്നെ സസ്യങ്ങളെ സ്വപോഷികൾ എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതുപോലെ സസ്യങ്ങൾ അവയുടെ ആഹാരം സംഭരിച്ചു വെക്കുന്നത് എവിടെയാണ്? നമ്മൾ ആദ്യം തന്നെ ചർച്ച ചെയ്തതാണ് അല്ലെ. അത് എങ്ങനെയാണ് സംഭരിച്ചത്? സസ്യങ്ങൾ അവയ്ക്ക് വേണ്ട ജീവിക്കാൻ ആവശ്യമായ ആഹാരം അവ ഗ്ലൂക്കോസ് ആക്കി മാറ്റിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ബാക്കി വരുന്നവ അവ എല്ലാം നമ്മെപ്പോലെ എല്ലാം ഒരേ സമയത്ത് തീർത്തോളണം എന്നില്ല. സസ്യങ്ങൾ എല്ലാം ഒരേ സമയത്ത് തന്നെ തീർക്കണം. അവ ബാക്കി വരുന്നത് അവയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സംഭരിച്ചു വെക്കും. അവ സംഭരിച്ചു വെക്കുന്നതാണ്
നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾ അരി, നെൽച്ചെടി, അതിൽ ബാക്കി വരുന്ന ഗ്ലൂക്കോസിനെ എന്താക്കിയിട്ടാണ് സംഭരിച്ചു വെക്കുക? അതെ, അന്നജമാക്കിയിട്ട് സംഭരിച്ചു വെക്കും. ഈ അന്നജമാക്കി സംഭരിച്ചു വെക്കുന്നത് അവയുടെ നെൽ വിത്തിലാണ്. അപ്പം വിത്തിൽ സംഭരിച്ചു വെക്കുന്നുണ്ട്, വേരിൽ സംഭരിച്ചു വെക്കുന്നതുണ്ട്, പഴത്തിൽ സംഭരിച്ചു വെക്കുന്നതുണ്ട്, അതുപോലെ കാണ്ഡത്തിൽ സംഭരിച്ചു വെക്കുന്നതുണ്ട്. ഇങ്ങനെ പല രൂപത്തിലാണ് സസ്യങ്ങൾ സംഭരിച്ചു വെക്കുന്നത്. ഈ സംഭരിച്ചു വെക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ലിസ്റ്റ് ചെയ്യാം ഏതൊക്കെ രൂപത്തിലാണ് എന്നുള്ളത്. അപ്പം ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അതുപോലെ ഇന്ന് ചർച്ച ചെയ്ത പ്രധാന ആശയങ്ങൾ ഞാൻ ഇതിന്റെ ബാക്കിയായിട്ട് ഞാൻ അത് നിങ്ങൾക്ക് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങളത് കാണുക. നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പകർത്താനുണ്ട്. അതൊക്കെ നമ്മൾ പകർത്തി വെക്കുകയും ചെയ്യുക. നമുക്ക് പിറ്റേഴ്സ് ചാനലിലൂടെ ആ വീഡിയോ ഒന്നായിട്ട് ഒരേ സമയം കാണുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ചെയ്തതാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിലേക്ക് വേണ്ടവ ചേർത്ത് കൊടുക്കുക. ഇവ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിൽ ചേർക്കേണ്ട ഭാഗങ്ങളാണ്. ഓക്കെ, എല്ലാ കൂട്ടുകാരും അടുത്ത നമ്മുടെ ശാസ്ത്രത്തിന്റെ ക്ലാസ് വരുന്നതിന്റെ മുമ്പ് ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിൽ വളരെ വൃത്തിയായിക്കൊണ്ട് തന്നെ ചെയ്യണം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഓക്കെ.